ഹായ് ആൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 030/21. ക്വസ്റ്റ്യൻ: ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഏതു ഭാഗത്തായാണ് ഇന്ത്യയുടെ സ്ഥാനം? തെക്ക്. ഇന്ത്യ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ തെക്കു ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യയുടെ തെക്കൻ അതിരായി നിലകൊള്ളുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണ് ഉള്ളത്? 30 ഡിഗ്രി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ പ്രധാന ഭൂഭാഗത്തിന്റെ തെക്കേ അറ്റം ഏകദേശം 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് അക്ഷാംശത്തിലും വടക്കേ അറ്റം ഏകദേശം 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് അക്ഷാംശത്തിലുമാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം ഏകദേശം 29 ഡിഗ്രി 2 മിനിറ്റ് ആണ്. അത് ഏതാണ്ട് 30 ഡിഗ്രിക്ക് തുല്യമാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി ഏതാണ്? ത്രികോണം. ഡെക്കാൻ പീഠഭൂമി ഏകദേശം ത്രികോണാകൃതിയിലാണ് കാണപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം? ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും സ്ഥിരതയുള്ളതുമായ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇത് പുരാതനമായ ഗോണ്ടാന ഭൂവിഭാഗത്തിന്റെ ഭാഗമായിരുന്നു. വടക്കൻ ഇന്ത്യൻ സമതലങ്ങളും ഹിമാലയ പർവ്വതനിരകളും പിന്നീട് രൂപപ്പെട്ടവയാണ്. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി? ഗംഗ. ബംഗാൾ ഉൾക്കടലിലേക്ക് കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് ഗംഗ. താപ്തി, സിന്ധു, പെരിയാർ എന്നിവ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ്. അവ അറബിക്കടലിലാണ് പതിക്കുന്നത്. മൂത്തോൻ സംവിധാനം ചെയ്തത്? ഗീതു മോഹൻദാസ്. മൂത്തോൻ എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് ഗീതു മോഹൻദാസ് ആണ്. വിനീത് ശ്രീനിവാസൻ, അഞ്ജലി മേനോൻ, സച്ചി എന്നിവരും മലയാള സിനിമയിലെ പ്രശസ്ത സംവിധായകരാണ്. 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? നിവിൻ പോളി. 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് നിവിൻ പോളിയാണ്. മൂത്തോൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത്. 2020 ഒക്ടോബർ 15 അന്തരിച്ച പ്രശസ്ത കവിയും 2019 ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ വ്യക്തി? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 2019 55ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായത് മലയാള കവി അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. 2020 സെപ്റ്റംബർ 23 അദ്ദേഹം പുരസ്കാരം ഏറ്റുവാങ്ങിയത്. 2020 ഒക്ടോബർ 15 അദ്ദേഹം അന്തരിച്ചത്. ഏഴാഞ്ചേരി രാമചന്ദ്രന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കവിതാ സമാഹാരം? ഒരു വെർജീനിയൻ വെയിൽക്കാലം എന്ന കവിതാ സമാഹാരത്തിനാണ് ഏഴാഞ്ചേരി രാമചന്ദ്രന് 2020 44ാമത് വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അമേരിക്കൻ യാത്രാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എഴുതിയ 41 കവിതകളാണ് ഈ സമാഹാരത്തിൽ ഉള്ളത്. നേപ്പാളിലെ ഓൾഡ് മോങ്ക് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രം, മികച്ച സംവിധാനം എന്നീ പുരസ്കാരങ്ങൾ നേടിയ മലയാള സിനിമ? ജലസമാധി. നേപ്പാളിലെ ഓൾഡ് മോങ്ക് രാജ്യാന്തര പുരസ്കാരവേളയിൽ മികച്ച ചിത്രം, മികച്ച സംവിധാനം എന്നീ പുരസ്കാരങ്ങൾ നേടിയ മലയാള സിനിമ ജലസമാധിയാണ്. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം? ചില്ലാർ. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം ചില്ലാറാണ്. ഇടിമിന്നലോടുകൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉച്ചലിത വൃഷ്ടി. ഉത്തരേന്ത്യൻ സമതലത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ്? ലൂ. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വേനൽക്കാലത്ത് പ്രത്യേകിച്ച് മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ടതും ചൂടുള്ളതുമായ കാറ്റാണ് ലൂ എന്നറിയപ്പെടുന്നത്. ഈ കാറ്റ് ഈ പ്രദേശങ്ങളിലെ കാലാവസ്ഥയെ സാരമായി ബാധിക്കുകയും താപനില ഗണ്യമായി ഉയർത്തുകയും ചെയ്യുന്നു. ജിം കോർബറ്റ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. ജിം കോർബറ്റ് ദേശീയോദ്യാനം ഇന്ത്യയിലെ ഏറ്റവും പഴയ ദേശീയോദ്യാനമാണ്. ഇത് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ നാനിറ്റാൾ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? മധ്യപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടുവകൾ വസിക്കുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. കടുവകളുടെ എണ്ണത്തിലെ വർധനവ് കാരണമാണ് ഈ സംസ്ഥാനം ടൈഗർ സ്റ്റേറ്റ് എന്ന പേര് നേടിയത്. കൻഹ, ബാന്ധവ്ഗഡ്, പെഞ്ച്, സത്പുര, പന്ന തുടങ്ങിയ പ്രശസ്തമായ കടുവ സങ്കേതങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. 2020 ടൊറന്റോ രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലിൽ അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ബോളിവുഡ് നടി? പ്രിയങ്ക ചോപ്ര. 2020 ടൊറന്റോ രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലിലെ അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ബോളിവുഡ് നടി പ്രിയങ്ക ചോപ്രയാണ്. ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 50 അംബാസഡർമാരിൽ ഒരാളായിരുന്നു
അവർ. ജമ്മുവിലെ ചരിത്രപ്രസിദ്ധമായ സിറ്റി ചൗക്കിന്റെ പുതിയ പേര് ഭാരത് മാത് ചൗക്ക്. ജമ്മുവിലെ ചരിത്രപ്രസിദ്ധമായ സിറ്റി ചൗക്കിന്റെ പേര് ഭാരത് മാതാ ചൗക്ക് എന്ന് 2020 ജമ്മു മുനിസിപ്പൽ കോർപ്പറേഷൻ ഔദ്യോഗികമായി മാറ്റുകയുണ്ടായി. ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമായ ആദ്യ യോഗ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ലോസ് ഏഞ്ചൽസ്. ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമായ ആദ്യ യോഗ സർവകലാശാല അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിവേകാനന്ദ യോഗ യൂണിവേഴ്സിറ്റി എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ലോക ഭാഷകളെ പറ്റിയുള്ള പുതിയ കണക്കുകൾ പ്രസിദ്ധീകരിച്ച എത്നോലോഗ് പ്രകാരം ലോകത്ത് ഏറ്റവും അധികം ജനങ്ങൾ സംസാരിക്കുന്ന മൂന്നാമത്തെ ഭാഷ ഹിന്ദി. ലോക ഭാഷകളെ പറ്റിയുള്ള പുതിയ കണക്കുകൾ പ്രസിദ്ധീകരിച്ച എത്നോലോഗ് പ്രകാരം ലോകത്ത് ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്ന മൂന്നാമത്തെ ഭാഷയാണ് ഹിന്ദി. 2020 ഫെബ്രുവരിയിൽ ഇന്ത്യ സന്ദർശിച്ച വിദേശ രാജ്യ തലവൻ ആര്? ഡൊണാൾഡ് ട്രംപ്. 2020 ഫെബ്രുവരിയിൽ ഇന്ത്യ സന്ദർശിച്ച വിദേശ രാജ്യ തലവൻ അന്നത്തെ US പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലം ശാന്തിവനം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലം സമാധി സ്ഥലം എന്ന് പറയുന്നത് ശാന്തിവനമാണ്. ഇത് ന്യൂഡൽഹിയിലെ യമുന നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ജവഹർലാൽ നെഹ്റു 1946 ഡിസംബർ 13 ഭരണഘടനാ അസംബ്ലിയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഈ പ്രമേയം 1947 ജനുവരി 22 ഭരണഘടനാ അസംബ്ലി അംഗീകരിക്കുകയും പിന്നീട് അത് ഭരണഘടനയുടെ ആമുഖമായി മാറുകയും ചെയ്തു. ഭരണഘടനയുടെ കരട് രൂപം തയ്യാറാക്കുന്നതിൽ ഡോക്ടർ BR അംബേദ്കറിന്റെ നേതൃത്വത്തിലുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് വലിയ പങ്കുണ്ടായിരുന്നു. നീലം കലാപം നടന്നത് ഏത് സംസ്ഥാനത്താണ്? ബംഗാളിലെ നദിയ ജില്ലയിലാണ് കർഷകർ ഇൻഡിഗോ കൃഷി ചെയ്യാൻ വിസമ്മതിച്ച കലാപം ആരംഭിച്ചത്. 1859-60 കാലയളവിലാണ് ഈ പ്രക്ഷോഭം നടന്നത്. യൂറോപ്യൻ തോട്ട ഉടമകൾ കർഷകരെ നിർബന്ധിച്ച് ഭക്ഷ്യവിളകൾക്ക് പകരം ഇൻഡിഗോ നീലം കൃഷി ചെയ്യിപ്പിക്കുകയും കുറഞ്ഞ നിരക്കിൽ വിൽക്കാൻ നിർബന്ധിക്കുകയും ചെയ്തതാണ് കലാപത്തിന് കാരണം. പിന്നീട് തോട്ടുടമകൾ ബീഹാറിലേക്ക് കുടിയേറിയത് ചമ്പാരൻ സമരത്തിലേക്ക് നയിച്ചു. ഇന്ത്യൻ പ്രസിഡന്റ് പദത്തിലെത്തും മുൻപ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വഹിച്ചിരുന്ന പദവി? ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആകുന്നതിന് മുമ്പ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1946 ഡിസംബർ 11 അദ്ദേഹം ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി? ഡോക്ടർ S. രാധാകൃഷ്ണൻ. ഡോക്ടർ S. രാധാകൃഷ്ണൻ 1962 മെയ് 13 മുതൽ 1967 മെയ് 13 വരെയാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഡോക്ടർ സക്കീർ ഹുസൈൻ ഇന്ത്യയുടെ മൂന്നാമത്തെ രാഷ്ട്രപതിയായിരുന്നു. VV ഗിരി ഇന്ത്യയുടെ നാലാമത്തെ രാഷ്ട്രപതിയായിരുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരമുള്ളത് ആർക്ക്? രാഷ്ട്രപതിക്ക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണെയും അംഗങ്ങളെയും നീക്കം ചെയ്യാനുള്ള അധികാരം ഇന്ത്യയുടെ രാഷ്ട്രപതിക്കാണ്. തെളിയിക്കപ്പെട്ട ദുഷ്പെരുമാറ്റത്തിന്റെയോ കഴിവില്ലായ്മയുടെയോ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയുടെ അന്വേഷണത്തിന് ശേഷമാണ് ഈ നീക്കം ചെയ്യൽ നടപടി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം? ന്യൂഡൽഹി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1993 ഒക്ടോബർ 12 കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12. ഇന്ത്യയുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993 ഒക്ടോബർ 12 സ്ഥാപിതമായത്. 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ച് ഈ സ്ഥാപനം രൂപീകരിക്കപ്പെട്ടത്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993 ഒക്ടോബർ 12 സ്ഥാപിതമായി. സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് രംഗനാഥ് മിശ്രയാണ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ.
ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? കേന്ദ്ര സർക്കാരിന്. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ്. ഇന്ത്യയുമായി വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാർ. ഇന്ത്യയുമായി വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാരാണ്. വാസ്കോഡഗാമ 1498 കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് കപ്പലിറങ്ങിയതോടെയാണ് ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള പുതിയ സമുദ്രപാത തുറക്കപ്പെട്ടതും വാണിജ്യബന്ധങ്ങൾ ആരംഭിച്ചതും. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു? 1858. 1857 ശിപായി ലഹളയ്ക്ക് ശേഷമാണ് ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യ ഗവൺമെന്റ് ആക്ട് 1858 പാസാക്കിയത്. ഈ നിയമം ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിന് പൂർണ്ണ വിരാമമിടുകയും ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു. ഇതോടെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് രാജ് എന്നറിയപ്പെടുന്ന പുതിയ ഭരണ സംവിധാനം നിലവിൽ വന്നു. ബംഗാളിലെ ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ്. ബംഗാളിലെ ദ്വിഭരണം നിർത്തലാക്കിയത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. 1772 അദ്ദേഹം ഈ പരിഷ്കാരം നടപ്പിലാക്കി ബംഗാളിനെ കമ്പനിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാക്കി. ആധുനിക ഭാരതത്തിന്റെ നവോത്ഥായകൻ എന്നറിയപ്പെടുന്നത് ആര്? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയെ ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ അഥവാ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. അദ്ദേഹം സതി, ബഹുദൈവാരാധന തുടങ്ങിയ അനാചാരങ്ങൾക്കെതിരെ പോരാടി. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാര്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ആദ്യകാല പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുകയും ആധുനിക ഇന്ത്യയുടെ അടിത്തറ പാകുകയും ചെയ്ത രാജാറാം മോഹൻ റോയാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇദ്ദേഹം ആത്മീയ സഭ, ബ്രഹ്മസമാജം എന്നിവയുടെ സ്ഥാപകനാണ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? മൗലികാവകാശങ്ങൾ. മൗലികാവകാശങ്ങൾ ഉൾപ്പെടുന്ന ഭരണഘടനയുടെ 3-ാം ഭാഗത്തെയാണ് ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് കൂടുതൽ അവകാശങ്ങളും സ്വാതന്ത്ര്യവും ഉറപ്പു നൽകാൻ ലക്ഷ്യമുള്ളതിനാലാണ് ഈ പേര് നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് അവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന മൗലികാവകാശങ്ങളെയാണ് ഭരണഘടനയുടെ ആണിക്കല്ല് അല്ലെങ്കിൽ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത്. ഭരണഘടനയുടെ ഈ ഭാഗം പൗരന്മാർക്ക് നിയമപരമായ സംരക്ഷണം ഉറപ്പാക്കുകയും വ്യക്തി സ്വാതന്ത്ര്യവും അവകാശങ്ങളും ലംഘിക്കപ്പെടുന്നത് തടയുകയും ചെയ്യുന്നു. സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ ഭരണഘടനയനുസരിച്ച് ഡാഷ് ആണ്. ഇതൊന്നുമല്ല. വോട്ടവകാശം ഒരു മൗലികാവകാശമോ മൗലിക സ്വാതന്ത്ര്യമോ അല്ല, മറിച്ച് അതൊരു ഭരണഘടനാപരമായ അവകാശവും നിയമപരമായ അവകാശവുമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 326 വോട്ടവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. ഇത് നിയമം മൂലം നിർബന്ധിതമാക്കിയ കടമയുമല്ല. മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ്. അനുച്ഛേദം 15. മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ലെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 15 ഇത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ ഒന്നായ സമത്വത്തിനുള്ള അവകാശത്തിന്റെ ഭാഗമാണ്. പൗരന്മാരുടെ മൗലികാവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റ്. പൗരന്മാരുടെ മൗലികാവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനും ഭേദഗതി വരുത്തുവാനുമുള്ള അധികാരം ഇന്ത്യൻ ഭരണഘടന പ്രകാരം പാർലമെന്റിനാണ്. മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം കൈത്തറി. മാസ്റ്റർ വീവർ സമ്പ്രദായം കൈത്തറി വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ഈ മേഖലയിലെ തൊഴിലാളികളെയും ഉൽപാദനത്തെയും മെച്ചപ്പെടുത്തുന്നതിനായി ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു സംവിധാനമാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ്? കൊച്ചി.
സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി 1954 രൂപവൽക്കരിക്കുകയും 1957 കൊച്ചി ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. പള്ളിവാസൽ പദ്ധതി ഏതു നദിയിൽ? മുതിരപ്പുഴ. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി മുതിരപ്പുഴ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ പ്രധാന ജലവൈദ്യുത നിലയമാണിത്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം 1972. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത് 1972 ഇത് മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ്. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 744 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ: തിരുമംഗലം, കൊല്ലം. ദേശീയപാത NH 744 തമിഴ്നാട്ടിലെ തിരുമംഗലത്തെയും കേരളത്തിലെ കൊല്ലത്തെയും ബന്ധിപ്പിക്കുന്നു. ഇത് കേരളത്തിലെ കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലൂടെയും തമിഴ്നാട്ടിലെ തെങ്കാശി, വിരുദുനഗർ, മധുര ജില്ലകളിലൂടെയും കടന്നുപോകുന്നു. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതിലുള്ള പ്രകോപനമാണ് കലാപത്തിലേക്ക് നയിച്ചത്. 1697 ഈ കലാപം നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആണ്. പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവത്തോട്ടം എവിടെയാണ്? അഞ്ചരക്കണ്ടി. കണ്ണൂർ ജില്ലയിലാണ് അഞ്ചരക്കണ്ടി സ്ഥിതി ചെയ്യുന്നത്. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ? കേണൽ ലീഗർ. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ കേണൽ ലീഗർ ആയിരുന്നു. 1809 നടന്ന യുദ്ധത്തിലാണ് ഇത് സംഭവിച്ചത്. കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത്? ആഗമാനന്ദ സ്വാമി. ആഗമാനന്ദ സ്വാമികളാണ് 1936 കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത്. കേരളത്തിന്റെ വടക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? കർണാടക. കേരളത്തിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടകയാണ്. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് തമിഴ്നാടും സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ ആകെ താലൂക്കുകളുടെ എണ്ണം? PSC ആൻസർ കീയിൽ 77. കേരളത്തിലെ ആകെ താലൂക്കുകൾ 48. വേനൽക്കാലത്തെ ശരാശരി മഴ എത്രയാണ്? അതും PSC ആൻസർ 40 സെന്റിമീറ്റർ. 40 സെന്റിമീറ്റർ ആണ്. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ജൈവ സമ്പുഷ്ടമായ മണ്ണിനം ഏതാണ്? പർവ്വതമണ്ണ്. വനപ്രദേശങ്ങളിൽ സസ്യങ്ങളുടെയും ജീവികളുടെയും അവശിഷ്ടങ്ങൾ ധാരാളമായി മണ്ണിൽ അടിഞ്ഞുകൂടി ദ്രവിക്കുന്നതിലാണ് പർവ്വതമണ്ണിൽ ജൈവവസ്തുക്കളുടെ അംശം കൂടുതലായി കാണപ്പെടുന്നത്. പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം? തട്ടേക്കാട്. ഡോക്ടർ സലീം അലി പക്ഷി നിരീക്ഷണത്തിനായി പലതവണ തട്ടേക്കാട് സന്ദർശിക്കുകയും 1950കളിൽ തന്നെ ഇവിടെ ഒരു പക്ഷി സങ്കേതമാക്കാൻ ശുപാർശ ചെയ്യുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് ഈ പക്ഷി സങ്കേതത്തിന് ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതം എന്ന പേര് നൽകിയിരിക്കുന്നത്. അക്കമ്മ ചെറിയാന്റെ ജനനം? കാഞ്ഞിരപ്പള്ളി. അക്കമ്മ ചെറിയാൻ ജനിച്ചത് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിലാണ്. 1909 ഫെബ്രുവരി 15 ജനനം. ആഗമാനന്ദ സ്വാമി ആദ്യം ആശ്രമം സ്ഥാപിച്ചത്? പുതുക്കാട്. ആഗമാനന്ദ സ്വാമി 1925 തന്റെ ആദ്യ ആശ്രമം പുതുക്കാട് സ്ഥാപിച്ചു. പിന്നീട് 1936 കാലടിയിലേക്ക് ആശ്രമം മാറ്റി സ്ഥാപിക്കുകയുണ്ടായി. അക്കമ്മ ചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജി. മഹാത്മാഗാന്ധിയാണ് അക്കമ്മ ചെറിയാനെ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത്. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം? തൃശൂർ. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം തൃശൂർ ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം ഏത്? വെങ്ങാനൂർ. കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരം മഹാത്മാ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന വെങ്ങാനൂരിലാണ്. പുലയ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ സ്കൂളിൽ പ്രവേശിക്കുന്നതിനായി സവർണർ നടത്തിയ ആക്രമണങ്ങളെ തുടർന്നായിരുന്നു ഈ സമരം.
1907 തിരുവിതാംകൂർ സർക്കാർ സ്കൂൾ പ്രവേശന ഉത്തരവ് ഇറക്കിയെങ്കിലും സവർണരുടെ എതിർപ്പ് മൂലം നടപ്പായില്ല. ഇതിനെതിരെ അയ്യങ്കാളിയും സാധുജന പരിപാലന സംഘവും നടത്തിയ പ്രക്ഷോഭമാണ് ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരമായി കണക്കാക്കപ്പെടുന്നത്. ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഒ ഗ്രൂപ്പ്. ഒ ഗ്രൂപ്പിൽ എ, ബി എന്നീ ആന്റിജനുകൾ കാണപ്പെടുന്നില്ല. ശരീരത്തിന്റെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഭാഗം സെറിബെല്ലം. ശരീരത്തിലെ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും തുലനാവസ്ഥ നിലനിർത്തുകയും ചെയ്യുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്നും ഇതറിയപ്പെടുന്നു. മനുഷ്യനിൽ എത്ര തരം പല്ലുകളാണുള്ളത്? 4. മനുഷ്യനിൽ പ്രധാനമായും 4 തരം പല്ലുകളാണുള്ളത്. ഉളിപ്പല്ലുകൾ, കോമ്പല്ലുകൾ, അഗ്രചർവണകങ്ങൾ, ചർവണകങ്ങൾ എന്നിവയാണ്. ഭക്ഷണം കടിച്ചു മുറിക്കാൻ ഉളിപ്പല്ലുകൾ സഹായിക്കുന്നു. ഭക്ഷണം കീറാൻ കോമ്പല്ലുകൾ ഉപയോഗിക്കുന്നു. ഭക്ഷണം ചവച്ചരയ്ക്കാൻ ചർവണകങ്ങളും സഹായിക്കുന്നു. ശ്വാസകോശത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആവരണമാണ് പ്ലൂറ. ശ്വാസകോശത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഇരട്ടസ്തരമുള്ള ആവരണമാണ് പ്ലൂറ. ഇത് ശ്വാസകോശത്തെ സംരക്ഷിക്കുകയും ശ്വാസോച്ഛ്വാസ സമയത്ത് ഘർഷണം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. പെരിക്കാർഡിയം ഹൃദയത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന സ്ഥലമാണ്. മെനിഞ്ചസ് മസ്തിഷ്കത്തെയും സുഷുമ്നാ നാഡിയെയും പൊതിയുന്ന സ്ഥലമാണ്. ഡയഫ്രം ശ്വാസോച്ഛ്വാസത്തിന് സഹായിക്കുന്ന ഒരു പേശിയാണ്. ഒരു ചലനത്തിൽ പേശിയുടെ നീളം കൂടുകയാണെങ്കിൽ ആ കൺട്രാക്ഷൻ അറിയപ്പെടുന്നത് എസെൻട്രിക്. പേശിയുടെ നീളം കൂടുമ്പോൾ ഉണ്ടാകുന്ന കൺട്രാക്ഷനെ എസെൻട്രിക് കൺട്രാക്ഷൻ എന്ന് പറയുന്നു. ഈ സമയത്ത് പേശികൾ ഒരു ബാഹ്യശക്തിക്കെതിരെ പ്രവർത്തിക്കുകയും ക്രമേണ നീളുകയും ചെയ്യുന്നു. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. സെറിബെല്ലം പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും ശരീരത്തിന്റെ തുലനനില നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇതിനെ ലിറ്റിൽ ബ്രെയിൻ എന്നും പറയുന്നു. സെഹത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരായിരുന്നു? രവിശങ്കർ പ്രസാദ്. സെഹത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് രവിശങ്കർ പ്രസാദ് ആയിരുന്നു. ഭൂമിയിലെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ആമസോൺ മഴക്കാടുകൾ. ഭൂമിയിലെ ഓക്സിജന്റെ വലിയൊരു ഭാഗം ഉൽപ്പാദിപ്പിക്കുന്നതിനാലും കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുന്നതിനാലും ആമസോൺ മഴക്കാടുകളെ ഭൂമിയിലെ ശ്വാസകോശം എന്ന് വിളിക്കുന്നു. ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ സി. വിറ്റാമിൻ സി ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗിരണം ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്നു. സസ്യഭക്ഷണങ്ങളിൽ കാണപ്പെടുന്ന നോൺ ഹീം ഇരുമ്പിനെ ശരീരം എളുപ്പത്തിൽ ആഗിരണം ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് മാറ്റുന്നതിലൂടെയാണ് ഇത് സാധ്യമാക്കുന്നത്. രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ വേണ്ട ജീവകം കെ. രക്തം കട്ടപിടിക്കുന്നതിന് വിറ്റാമിൻ കെ ആവശ്യമാണ്. രക്തം കട്ടപിടിക്കുന്നതിനുള്ള മാംസ്യങ്ങൾ ഉണ്ടാക്കാൻ വിറ്റാമിൻ കെ സഹായിക്കുന്നു. താഴെ പറയുന്നവയിൽ ഏത് ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത്? പ്രോട്ടിയം. ഹൈഡ്രജന്റെ ഐസോട്ടോപ്പായ പ്രോട്ടിയത്തിന്റെ ന്യൂക്ലിയസിൽ ഒരു പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ, ന്യൂട്രോൺ ഇല്ല. ഡ്യൂട്ടീരിയത്തിൽ ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും, ട്രിഷ്യത്തിൽ ഒരു പ്രോട്ടോണും 2 ന്യൂട്രോണുകളുമാണ് ഉള്ളത്. ഹീലിയം ന്യൂക്ലിയസിലും ന്യൂട്രോണുകളുണ്ട്. കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2. ഒരു ആറ്റത്തിലെ ഷെല്ലുകളിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടെത്താനുള്ള സൂത്രവാക്യം 2n² ആണ്. ഇവിടെ n എന്നത് ഷെൽ നമ്പറിനെ സൂചിപ്പിക്കുന്നു. കെ ഷെൽ ആദ്യത്തെ ഷെല്ലാണ്, അതിനാൽ n എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ കെ ഷെല്ലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2 × 1². 2 × 1² എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ അതുകൊണ്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ എ 2. സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലം കുറയും. സോപ്പ് പോലുള്ള സർഫാക്റ്റുകൾ ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലം കുറയുന്നു. ഉപരിതലത്തിലെ തന്മാത്രകൾ തമ്മിലുള്ള കൊഹിഷൻ ബലം കുറയുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. മെൻഡലിയേഫിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് അറ്റോമിക മാസിന്റെ ആരോഹണക്രമത്തിൽ. മെൻഡലിയേഫിന്റെ യഥാർത്ഥ ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ അവയുടെ വർദ്ധിച്ചു വരുന്ന അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലാണ്
ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് ആധുനിക ആവർത്തന പട്ടികയിൽ നിന്ന് വ്യത്യസ്തമാണ്. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ സൂര്യപ്രകാശം ഉപയോഗിച്ച് കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുകയും അതിന്റെ ഭാഗമായി ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു. ഊർജത്തിന്റെ CGS യൂണിറ്റ് ഏത്? ഊർജത്തിന്റെ CGS യൂണിറ്റ് എർഗ്. ഊർജത്തിന്റെ SI യൂണിറ്റ് ജൂൾ ആണ്. ഒരു ജൂൾ എന്ന് പറയുന്നത് 10⁻⁷ എർഗ് ആണ്. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ കുറവായിരിക്കും. ഉരുളൽ ഘർഷണം എന്നത് നിരങ്ങൽ ഘർഷണത്തെക്കാൾ എപ്പോഴും കുറവായിരിക്കും. അതിനാൽ വസ്തുക്കൾ ഉരുട്ടി നീക്കുന്നതാണ് വലിച്ചു നീക്കുന്നതിനേക്കാൾ എളുപ്പം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് ആണ് പിണ്ഡം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് അതിന്റെ പിണ്ഡം. ഭാരം എന്നത് ഭൂഗുരുത്വ ബലം കാരണം ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ബലമാണ്. സൂര്യനിൽ നിന്ന് പ്രകാശത്തിന് ഭൂമിയിലെത്താൻ ഡേഷ് സമയം മതിയാകും? 8.2 മിനിറ്റ്. സൂര്യനിൽ നിന്ന് പ്രകാശത്തിന് ഭൂമിയിലെത്താൻ ഏകദേശം 8 മിനിറ്റും 20 സെക്കൻഡും ആവശ്യമാണ്. സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് മീറ്റർ. സ്ഥാനാന്തരം എന്നത് ഒരു വസ്തുവിന്റെ സ്ഥാനത്തിനുള്ള മാറ്റമാണ്. ഇത് ഒരു നിശ്ചിത ദിശയിലുള്ള ദൂരമാണ്. ദൂരം അളക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ഏകകം മീറ്റർ ആണ്. 1.72ന്റെ പകുതിയോടെ 0.42ന്റെ 1/3 കൂട്ടിയാൽ തുക 1. 617 പ്ലസ് 6.017 പ്ലസ് 0.617 പ്ലസ് 6.0017 ഈക്വൽ ടു 629.6357. 1നും 50നും ഇടയിൽ 6 കൊണ്ട് നിശ്ശേഷം ഹരിക്കാവുന്നതും അക്കങ്ങളുടെ തുക 6 ആയി വരുന്നതുമായ എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ട്? 2. താഴെ കൊടുത്ത സംഖ്യകളിൽ 12ന്റെ ഗുണിതമേത്? 63,264. താഴെ പറയുന്നതിൽ വലിയ ഭിന്നസംഖ്യ ഏത്? 13/12. 3/4നേക്കാൾ വലുതും 9/4നേക്കാൾ ചെറുതുമായ ഭിന്നസംഖ്യ 11/6. അടുത്ത ക്വസ്റ്റ്യൻ ഡെറിവേറ്റഡ് ആണ്. മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിന് 80 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ട സമയം 40 മിനിറ്റ്. ആദ്യത്തെ 200 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര? 100.5. ഒരു വ്യാപാരി റേഡിയോ വാങ്ങിയ വില 3000 രൂപ 20% കൂട്ടി വിലയിട്ടു. അദ്ദേഹത്തിന് 8% ലാഭം കിട്ടിയാൽ മതി എങ്കിൽ എത്ര ശതമാനം ഡിസ്കൗണ്ട്? 10%. 2, 3, 5, 7 എന്ന സംഖ്യാശ്രേണിയിലെ അടുത്ത പദം ഏത്? 11. 2 = 0, 3 = 3, 4 = 6, 5 = 9 എന്നാൽ 7 = എത്ര? 15. പ്ലസ് ഗുണനത്തെയും മൈനസ് ഹരണത്തെയും മൾട്ടിപ്ലിക്കേഷൻ സങ്കലനത്തെയും ഹരണം വ്യവകലനത്തെയും സൂചിപ്പിക്കുന്നുവെങ്കിൽ 35 × 20 പ്ലസ് 25 ഹരിക്കണം 15 മൈനസ് 5 എത്ര? 110. 32 × 43 = 2334 ഉം 47 × 67 = 7476 ഉം ആയാൽ 13 × 72 എന്തായിരിക്കും? 3127. ഡേഷ് എന്ന വാക്ക് ഇന്റലിജൻസ് എന്ന വാക്കിൽ നിന്ന് സൃഷ്ടിക്കുവാൻ സാധിക്കുകയില്ല. ക്യാൻസൽ. എക്സാമിനേഷൻ ഡേഷുമായി ബന്ധമില്ല. ആക്ഷൻ. അച്ഛൻ്റെയും മകൻ്റെയും വയസ്സ് തമ്മിലുള്ള അനുപാതം 5:2. 10 വർഷത്തിന് ശേഷം അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാണെങ്കിൽ ഇപ്പോൾ മകൻ്റെ പ്രായം എത്ര? 20. 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ നന്ദുവിൻ്റെ റാങ്ക് 20 ആണ് എങ്കിൽ അവസാന റാങ്കിൽ നിന്നും നന്ദുവിൻ്റെ സ്ഥാനം എത്ര? 31. താഴെ പറയുന്നവയിൽ വ്യത്യസ്തനാര്? ടെർലിൻ.
താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമായ പദം ഏത്? ബാറ്ററി. താങ്ക് യു.